നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമേ, കുഞ്ഞേച്ചി, എന്താടി അവൾക്ക് എന്ത് പറ്റി? കുഞ്ഞേച്ചിയുടെ വാക്ക് ഞാൻ കേട്ടില്ല. എന്റെ ആശങ്കയും സങ്കടമൊക്കെ പറയുന്നത് അവള് കേട്ട് കാണും. അവളെ കാണാനില്ല കുഞ്ഞേച്ചി. എങ്ങോട്ടാ ഇറങ്ങിപ്പോയി? സത്യയുടെ വീട്ടിലേക്ക് ഏത് വഴിയാണോ പോകുന്നത്? അമ്മേ, എന്താടാ? അമ്മ പപ്പി കൂടെ കാണാനില്ല. കാണാനില്ലെന്നോ? എല്ലായിടത്തും ശരിക്കും നോക്കിയോ? തിരയാൻ ഇനി സ്ഥലമൊന്നുമില്ല. അയ്യോ, നീ വന്നേ. അമ്മേ, നമ്മുടെ പപ്പി പപ്പ എങ്ങോട്ടും പോയിട്ടില്ല രാഘവേട്ട. പോയാൽ തന്നെ നമ്മളെ കണ്ടുപിടിച്ചിരിക്കും. എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കുഞ്ഞ അവളുടെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു സത്യമ്മ. പെട്ടെന്നൊരു നിമിഷം അവളെ അങ്ങ് കാണാതായി. ആ സുസ്മിതയുടെ വാക്കുകൾ കുഞ്ഞിന്റെ മനസ്സിനെ പൊള്ളിച്ചിട്ടുണ്ടാവും. ശരിയാച്ചാ, പപ്പി ആരോടോ പിണങ്ങിയ പോലെയായിരുന്നു. എന്നോടും മിണ്ടിയിട്ട് കുറെ നേരമായി. ഒരു നിമിഷം വൈകണ്ട, ഇപ്പൊ തന്നെ തിരക്കി ഇറങ്ങാം. വിഷ്ണു, നീ ജീപ്പ് എടുക്ക. ചെമ്പരത്തിമൂട് ഭാഗത്തേക്ക് നീ അന്വേഷിക്കേ. ഞാനും രോഹിത്തും കൂടി പള്ളിക്കര ഭാഗത്ത് നോക്കാം. അധിക ദൂരമൊന്നും അവള് പോയിട്ടുണ്ടാവില്ല. രോഹിത്ത്, നീ കാർ എടുക്ക്. പെട്ടെന്ന്. രോഹിത്ത്, എനിക്ക് പേടിക്കണ്ട, പപ്പയും കൊണ്ട് തിരിച്ചു വരൂ. ഈശ്വര, എന്റെ മോള്. എങ്ങോട്ടാണോ പോവേണ്ടത്? നടന്ന് ക്ഷീണിച്ചല്ലോ.
നല്ല പേടിയും തോന്നുന്നുണ്ട്. അയ്യോ, നീ ഇതുവരെ ഉറങ്ങിയില്ല മോളെ? ഉറക്കം വരുന്നില്ല അമ്മ. അമ്മ എന്താ ഉറങ്ങാത്ത? ഞാനൊരുറക്കം കഴിഞ്ഞു. ഹാളില് വെളിച്ചം കണ്ട് വന്നതാ. സമയം കുറെ ആയില്ല മോളെ. കിടന്നിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാനൊന്നല്ല, കിടക്കാൻ പോലും പറ്റുന്നില്ല. വളരെ അടുപ്പമുള്ള ആർക്കോ എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ. ചിലപ്പോ നീ ശ്യാമയുടെ കാര്യം ആലോചിച്ച് കാട് കയറിയതുണ്ടാവും. ശ്യാമ അല്ല അമ്മ പ്രശ്നം. അമ്മ പപ്പി. ആരാ? ശ്യാമ. ശ്യാമേ? ശ്യാമേ, കുഞ്ഞേച്ചി. എന്താടി, അവൾക്ക് എന്ത് പറ്റി? കുഞ്ഞേച്ചിയുടെ വാക്ക് ഞാൻ കേട്ടില്ല. എന്റെ ആശങ്കയും സങ്കടമൊക്കെ പറയുന്നത് അവള് കേട്ട് കാണും. അവളെ കാണാനില്ല കുഞ്ഞേച്ചി. എങ്ങോട്ട് ഇറങ്ങിപ്പോയി. നീ ഇപ്പൊ അതിന് കരഞ്ഞിട്ടെന്താ? കുഞ്ഞേച്ചി, നിന്റെ മോളെ നിന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. നല്ലതേ നടക്കും. നിന്റെ കുഞ്ഞേച്ചിയാ പറയുന്നേ. കുഞ്ഞേച്ചി വെച്ചോ. കുഞ്ഞേച്ചി. ഡീ, എന്തടി? പറയാം. ഭഗവാനെ, ഇതിപ്പോ പിന്നെയും രാത്രി ആവുകയാണല്ലോ. എനിക്ക് പേടിയാവുക. ഇവിടെ തന്നെ ഇരിക്കാം. ഇനി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാ വലിയ ഇരുട്ടാവും. കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാം. കാലിനൊക്കെ നല്ല വേദന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.